2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യം. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോസ്തലനായ പൗലോസ് താൻ അനുഭവിച്ചതായ ഒരു അസുഖത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. തൻ്റെ ശരീരത്തിൽ ഒരാകാഴിക താൻ അനുഭവിച്ചപ്പോൾ, ഒരസുഖം നേരിട്ടതായ സമയത്ത് താൻ പറയുന്നത്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു എന്ന് താൻ എഴുതിയിരിക്കുന്നു. പൗലോസ് 3 തവണ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ ശൂലം എൻ്റെ ജഡത്തിൽ നിന്ന് ഒന്ന് മാറ്റിത്തരണം, ഈ അസുഖം ഒന്ന് മാറ്റിത്തരണം, എനിക്ക് സൗഖ്യത്തോടെ നടക്കണം, എനിക്ക് പഴയതുപോലെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഒക്കെ നടക്കണം. അതുകൊണ്ട് ഈ അസുഖം എൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്ന് മാറ്റി എന്നെ സൗഖ്യമാക്കി തരണം. എന്നാൽ ദൈവം പൗലോസിന് കൊടുക്കുന്നതായ മറുപടി എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. നിനക്ക് ഞാൻ ധാരാളമായി കൃപ നൽകുകയാണ്. ഈ അസുഖത്തിൻ്റെതായ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു കൃപ ഞാൻ നിനക്ക് നൽകുകയാണ്. ആ കൃപ മതി നിനക്ക് ജീവിക്കുവാൻ. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയെ കവിഞ്ഞ് നിന്നെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ബലഹീനതയിൽ കവിഞ്ഞു വരുന്നതായ ദൈവകൃപ നിന്റെ മേലത് വ്യാപരിക്കുന്നതായ സമയത്ത് നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നതായ ദൈവശക്തിയായി അത് പരിണമിക്കുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഈ വലിയ ശാരീരിക വിഷമതയെ താൻ കാണുന്നത് എങ്ങനെയാണ്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം എനിക്ക് ജഡത്തിൽ തന്നിരിക്കുന്ന ഒരു ശൂലമാണ് എന്ന് തൻ്റെ അസുഖത്തെ തിരിച്ചറിയുവാൻ താൻ ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നേരിടുന്നതായ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ദൈവം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്നതായ കഷ്ടപ്പാടുകൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതിന് പ്രത്യേകമായ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ ദൈവഹിതങ്ങളുണ്ട്. ദൈവം അറിയാതെ അല്ല ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അറിവോടുകൂടെ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഉദ്ദേശങ്ങൾ, ദൈവഹിതങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതും ആവശ്യമാണ്. പലപ്പോഴും ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവവചനം പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചിരിക്കുന്നതായ കഷ്ടതകളുടെ പിന്നിലുള്ളതായ ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാം അനുഭവിക്കുന്ന അസമാധാനത്തിൻ്റെ പിന്നിൽ ഉള്ള ദൈവഹിതം എന്താണ്, നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് നൽകിയിട്ടുള്ളതായ, ദൈവത്തിൻ്റെ അറിവോടുകൂടെ വന്നു ഭവിച്ചിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള ദൈവഹിതം എന്തായിരുന്നു എന്നുള്ളത് പിന്നിലേക്ക് ചിന്തിച്ചു നോക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നാം അതിന് സമയം ചിലവഴിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ളതായ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അതാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ ഈ വലിയ പ്രതിബന്ധം, ഈ ഒരു വലിയ രോഗമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം എന്താണ്? ദൈവകൃപ ധാരാളം പൗലോസിന് നൽകുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയതായൊരു മുഖാന്തരമാണ് അത് എന്ന് തിരിച്ചറിയുവാൻ പൗലോസിന് സാധിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കാരണം എന്താണ്? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കാൻ അതിടയാക്കുന്നു.
എനിക്ക് സംഭവിച്ചിരിക്കുന്നതായ രോഗാവസ്ഥ ഒരുപക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ദൈവഹിതമാകയാൽ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അർത്ഥാൽ രോഗം വരുമ്പോൾ കർത്താവിൻ്റെ കൃപ ധാരാളം നമുക്ക് ലഭിക്കുന്നു. കർത്താവിൻ്റെ തലോടൽ കൂടുതലായി നമുക്ക് അനുഭവിക്കുവാനിടയാകുന്നു. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും ശാരീരികമായി ക്ഷീണിതരായി രോഗികളായി കിടക്കുന്ന സമയത്ത് നാം അവരുടെ അടുക്കൽ എപ്പോഴും ഇരിക്കാറുണ്ട്. അവരെ നാം തലോടാറുണ്ട്. അവരുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ കാണിക്കാറുണ്ട്. അവർ എന്താണ് ആഹാരം കഴിക്കുന്നത്, അവരെപ്പോഴൊക്കെയാണ് വിശ്രമിക്കേണ്ടുന്നത്, അവരെന്താണ് ചെയ്യേണ്ടുന്നത്, എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നാം വളരെയധികം ശ്രദ്ധിക്കുന്നു. അവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിലും മരുന്ന് കൊടുക്കുന്ന കാര്യത്തിലും അവർക്ക് ഉറക്കം നന്നായി ലഭിക്കുന്ന കാര്യത്തിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നാം അതിയായ ശ്രദ്ധ പുലർത്താറുണ്ട്. കാരണം എന്താണ്? അവർക്ക് ശാരീരികമായ ക്ഷീണാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ, നമ്മുടെ മാനസികമായ ക്ഷീണാവസ്ഥയിലും കർത്താവിൻ്റെ കൃപ ധാരാളം നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നു. അതാണ് പൗലോസ് പറയുന്നത്. എൻ്റെ രോഗാവസ്ഥയിൽ ഞാൻ പ്രശംസിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിസന്തോഷത്തോടെ ഞാൻ പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുവാനുള്ള കാരണം എന്താണ്? എൻ്റെ ബലഹീനതയുടെ സമയത്ത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. സാധാരണയുള്ളതിനേക്കാൾ കവിഞ്ഞ ശക്തി, ദൈവശക്തി എൻ്റെ മേൽ ആവസിക്കുന്നു. സാധാരണയുള്ളതിനേക്കാൾ കവിഞ്ഞ ദൈവകൃപ കർത്താവ് എനിക്ക് നൽകുന്നു. അങ്ങനെ ദൈവകൃപ എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതിന് എന്നെ സഹായിക്കുന്നു. എൻ്റെ രോഗാവസ്ഥയെ കവിഞ്ഞുള്ളതായ വലിയ ആശ്വാസവും സമാധാനവും സന്തോഷവും സൗഖ്യവും ഒക്കെ അനുഭവിക്കുവാൻ ദൈവശക്തി ധാരാളം എൻ്റെ മേൽ ആവസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ രോഗാവസ്ഥയിലും ഞാൻ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമുക്കും ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തെ ധാരാളം മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഒരുപക്ഷെ രോഗാവസ്ഥയിലൂടെ, ക്ഷീണാവസ്ഥയിലൂടെ, മാനസികമായ ഒരുപാട് സംഘട്ടനത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്നതായ ഒരു സത്യമുണ്ട്. നാം ക്ഷീണിതരായിരിക്കുമ്പോഴോ നാം പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴോ ഒക്കെയാണ് ദൈവകൃപ ധാരാളമായി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കാൾ ഉപരിയായി ധാരാളം ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് അപ്പോഴാണ്. ധാരാളം ദൈവശക്തി നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ്. നാം ദൈവശക്തിയിൽ ബലമുള്ളവരായി തീരുന്നത് അപ്പോഴാണ്. ദൈവം നമുക്ക് മാനസികമായ ധൈര്യം നൽകുന്നത് അപ്പോഴാണ്. പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള ഏറ്റവും വലിയ കരുത്ത് നമുക്ക് നൽകുന്നത് അപ്പോഴാണ്. നമ്മുടെ ബലഹീനാവസ്ഥയിൽ കൂടുതൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. നമ്മുടെ രോഗാവസ്ഥയെ, ക്ഷീണാവസ്ഥയെ സാരമില്ല എന്ന് കാണുവാൻ നമുക്കിടയാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ദൈവകൃപ ധാരാളം നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ. പൗലോസ് എഴുതിയതായ ആ വാക്യം ഒന്നുകൂടെ വായിച്ച് ഈ ധ്യാന ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ കർത്താവിൻ്റെ കൃപ ധാരാളം ഇന്നത്തെ ദിവസം നമുക്ക് ലഭിക്കുവാനിടയാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെ മേൽ അതിനെ അതിജീവിച്ചു പോകുവാനുള്ള ഒരു വലിയ ദൈവശക്തിയായി അത് പരിണമിച്ച് ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ, സന്തോഷത്തോടെ ആ ദൈവശക്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് രാവിലെ നാം കേട്ടതായ ആ പാട്ടിലും അത് തന്നെയാണ് നാം ചിന്തിച്ചത്. കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ശാരീരികമായി ക്ഷീണിതരായി തീരാറുണ്ട്, രോഗികളായി തീരാറുണ്ട്, ഒരുപാട് മാനസിക വിഷമങ്ങൾ ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. എന്നാൽ കർത്താവെ, ആ സമയത്തെല്ലാം ദൈവകൃപ ഞങ്ങൾക്ക് ധാരാളമായി നൽകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ക്ഷീണാവസ്ഥയെ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ പൗലോസിനോട് അവിടെ അരുളി ചെയ്തതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അരുളി ചെയ്യുന്ന വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ, ഞങ്ങളുടെ മാനസികമായ വിഷമതകളിൽ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറച്ച് അവിടുത്തെ ശക്തി ഞങ്ങളിൽ നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി മുൻപോട്ട് നയിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവെ അവരുടെ പ്രയാസങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ അവിടുത്തെ കൃപ ധാരാളം നൽകി അവിടുത്തെ ശക്തി അവരിലേക്ക് പകർന്നു കൊടുത്ത് കർത്താവെ അവിടുത്തെ ശക്തിയിൽ തികഞ്ഞു വരുന്നവരായി തീരുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിലേക്ക് അവിടുത്തെ ശക്തി പകർന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.